കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു കുഞ്ഞു കഥ പറഞ്ഞാലോ? പണ്ട് പണ്ടേ ഒരു കാട്ടിൽ ഒരു കാക്ക താമസിച്ചിരുന്നു. ഒരു ദിവസം കാക്ക ഒരു മരച്ചില്ലയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ ഒരു ഭംഗിയുള്ള ഒരു അരയന്നം നീന്തി കളിക്കുന്നത് കണ്ടു. അപ്പോൾ കാക്ക വിചാരിച്ചു, ഹോ, എന്ത് ഭംഗിയാണ് ഈ അരയന്നത്തിനെ കാണാൻ, എന്തു വെളുപ്പാണ്, നല്ല ഭംഗിയുമുണ്ടല്ലോ. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി അരയന്നമായിരിക്കും. ഇത് മനസ്സിലോർത്തിട്ട് കാക്കമ്മ അരയന്നത്തിനെ വിളിച്ചു. ഹേ അരയന്നമേ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നീയായിരിക്കും അല്ലേ? അപ്പോൾ അരയന്നം കാക്കയോട് പറഞ്ഞു, കാക്കേ, ഇത് തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഇന്നലെ ഞാനൊരു ഭംഗിയുള്ള തത്തമ്മയെ കണ്ടു. 2 കളറിലുള്ള ആ തത്തമ്മയെ കാണാൻ എന്തു ഭംഗിയാണെന്നറിയാമോ? ചിലപ്പോൾ ആ തത്തമ്മയായിരിക്കും ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. ഇത് കേട്ടപ്പോൾ കാക്കമ്മ അരയന്നത്തിനോട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ ഞാൻ തത്തമ്മയോടൊന്ന് ചോദിക്കട്ടെ. ഇതും പറഞ്ഞ് കാക്കമ്മ അവിടെ നിന്നും പറന്നുപോയി കേട്ടോ. അങ്ങനെ കാക്കമ്മ ആ ഭംഗിയുള്ള തത്തമ്മയുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ തത്തമ്മയെ കണ്ടപ്പോൾ കാക്കമ്മ പറഞ്ഞു, ഹേ തത്തമ്മേ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നീയായിരിക്കും അല്ലേ? ഇത് കേട്ടപ്പോൾ തത്തമ്മ കാക്കമ്മയോട് പറഞ്ഞു, കാക്കമ്മേ, ഞാനും കരുതിയിരുന്നത് അത് തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ ഞാനൊരു മയിലിനെ കണ്ടു. അവനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി മയിലായിരിക്കും. ഇത് കേട്ടപ്പോൾ കാക്കമ്മ പറഞ്ഞു, എന്നാൽ ഞാൻ മയിലിനെ ഒന്ന് കാണട്ടെ, അവനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇതും പറഞ്ഞ് കാക്കമ്മ അവിടെ നിന്നും പറന്നുപോയി. അങ്ങനെ പറന്ന് കാക്കമ്മ ഒരു മൃഗശാലയിലെത്തി. അവിടെ മയിൽ പീലി വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തു ഭംഗിയാണ് മയിലിനെ കാണാനെന്ന് കാക്കമ്മ വിചാരിച്ചു. അങ്ങനെ ആളൊഴിഞ്ഞ സമയത്ത് കാക്കമ്മ മയിലിൻ്റെ അടുത്തേക്ക് പറന്നു ചെന്നിട്ട് പറഞ്ഞു, ഹേ മയിലേ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. എത്ര ആളുകളാണ് നിന്നെ കാണാൻ വരുന്നത്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നീയായിരിക്കും അല്ലേ? ഇത് കേട്ട മയിൽ കാക്കയോട് പറഞ്ഞു, ഹേ കാക്കേ, നീ വിചാരിക്കുന്നുണ്ടോ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി ഞാനാണെന്ന്? എന്നെ എൻ്റെ ഭംഗി കാരണം ഈ മൃഗശാലയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഈ കൂട്ടിലകപ്പെട്ടുപോയി. എന്നാൽ നീയോ? നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പറന്നു പോകാം, ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നീയല്ലേ ഈ ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള പക്ഷിയാവേണ്ടത്. നിന്നെ ഞാൻ ഈ മൃഗശാലയിൽ എവിടെയും കൂട്ടിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ നീയല്ലേ യഥാർത്ഥ സന്തോഷവാൻ. ഇത് കേട്ടപ്പോൾ കാക്കക്ക് മനസ്സിലായി, ഞാൻ തന്നെയാണ് സന്തോഷമുള്ള പക്ഷിയെന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ പാഠം എന്താണ്? മറ്റുള്ളവരെ കണ്ടിട്ട് അവരായിരിക്കും ഏറ്റവും സന്തോഷമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം ഉണ്ട്, അപ്പോൾ അവരായിരിക്കും സന്തോഷമുള്ളവർ എന്നൊന്നും കരുതരുത്. നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവും സൗന്ദര്യവും എല്ലാം വെച്ച് നമ്മൾ തന്നെയാണ് നമുക്കുള്ള സന്തോഷം കണ്ടെത്തേണ്ടത് കേട്ടോ.